നമസ്കാരം. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്നുള്ളത്. പഠിക്കാൻ ഏറ്റവും നല്ല സമയം പുലർച്ചെ 4:24 മുതൽ 5:12 വരെയുള്ള സമയമാണ്. അതായത് 4:24 മുതൽ 5:12 വരെയുള്ള 48 മിനിറ്റ് സമയമാണ് പഠിക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത്. എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? ഹിന്ദു കാലഗണന പ്രകാരം ബ്രഹ്മമുഹൂർത്തം എന്നാണ് ഈ സമയത്തെ അറിയപ്പെടുന്നത്. അതായത് 4:24 മുതൽ 5:12 വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ? മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു കാലഗണന പ്രകാരം നമ്മൾ ഒരു ദിവസത്തെ 30 മുഹൂർത്തങ്ങളായി തിരിക്കുകയാണ്. അതായത് പകൽ 15 മുഹൂർത്തം, രാത്രി 15 മുഹൂർത്തം. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മൾ 15ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 48 മിനിറ്റാണ്. സൂര്യ അസ്തമയം മുതൽ സൂര്യ ഉദയം വരെ ഉള്ള രാത്രി സമയം 15 മുഹൂർത്തങ്ങളും സൂര്യോദയം മുതൽ സൂര്യ അസ്തമയം വരെയുള്ള പകൽ സമയത്ത് 15 മുഹൂർത്തങ്ങളുമാണ് നമുക്ക് ഉള്ളത്. ഇവിടെ ബ്രഹ്മമുഹൂർത്തമെന്ന് ഞാൻ പറഞ്ഞ ഈ സമയം രാത്രിയുള്ള 15 മുഹൂർത്തങ്ങളിലെ 14ാമത്തെ മുഹൂർത്തമാണ്. അതായത് സെക്കൻഡ് ലാസ്റ്റ് മുഹൂർത്ത ഓഫ് നൈറ്റ്. ഇപ്പോൾ സൂര്യ ഉദയം നമുക്ക് 6 മണിയായി എടുക്കുകയാണെങ്കിൽ പല സമയത്തും സൂര്യൻ ഉദിക്കുന്നത് ഇപ്പോൾ 6 മണി ആകണമെന്ന് നിർബന്ധമില്ല. പല ദിവസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും. പക്ഷെ എന്നാലും 6 മണി നമുക്ക് സൂര്യോദയമായി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ്, അതായത് 14ാമത്തെ മുഹൂർത്തമായ ബ്രഹ്മമുഹൂർത്ത തുടങ്ങുന്നത് 4:24 അത് 5:12 വരെ നീണ്ടുപോകും. അപ്പോൾ ഈ സമയമാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മമുഹൂർത്ത എന്ന് പറയുന്ന ഈ സമയത്ത് പഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? കാരണം എന്താണ്? കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ രാത്രി സമയത്ത് നല്ല ഉറക്കത്തിന് ശേഷം 6 മണിക്കൂറോളം ഉള്ള നല്ലൊരു ഉറക്കത്തിന് ശേഷം ഉണരുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനും ഒക്കെ വളരെ റിലാക്സ്ഡ് മൂഡിലായിരിക്കും, വളരെ ശാന്തമായ ഒരു ഭാവത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം 4:24 എണീച്ച് പഠനം തുടരുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാനും പഠിക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ഓർമ്മയിൽ നിർത്തുവാനും കഴിയും. രണ്ടാമത്തേത്, രാവിലത്തെ വായു എന്ന് പറയുന്നത് ഈ പകൽ സമയത്തെ മലിനീകരണത്തിന് വിധേയപ്പെടാതെ വളരെ ശുദ്ധമായിട്ടുള്ളൊരു വായുവാണ് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ശുദ്ധമായ വായു, അതായത് ഓക്സിജൻ നമുക്ക് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഉത്തേജിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുമൂലം നമുക്ക് നന്നായി പഠിക്കുവാൻ കഴിയും, നന്നായി ഓർമ്മയിൽ നിലനിർത്തുവാനും കഴിയും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശബ്ദം, അതായത് പുറമേയുള്ള വാഹനങ്ങളുടെ ശബ്ദം, മൊബൈൽ ഫോണിൻ്റെ ശബ്ദം, അത്തരത്തിലുള്ള ശബ്ദങ്ങൾ വളരെ കുറവായിട്ടുള്ളൊരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത്. അതായത് നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങൾ വളരെ കുറഞ്ഞ സമയമാണ് ഈ 4:24 മുതൽ 5:12 വരെയുള്ള 48 മിനിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സമയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ ഒരു ദിവസത്തെ പഠനം ആരംഭിക്കേണ്ടത് ഈ ബ്രഹ്മമുഹൂർത്തം സമയത്ത് തന്നെ ആയിരിക്കണം. അത്തരത്തിലൊരു സമയത്താണ് നമ്മൾ ഒരു ദിവസത്തെ പഠനം ആരംഭിക്കുന്നതെങ്കിൽ ആ ദിവസം നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിരിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ ഉന്നതമായി നിൽക്കുന്ന ഒരു അവസ്ഥാന്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 48 മിനിറ്റ് മാത്രം പഠിച്ച് നിങ്ങൾ പഠനം നിർത്തിക്കളയരുത്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് മത്സര പരീക്ഷ വിജയിക്കണമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല. കാരണം 48 മിനിറ്റ് പഠനം കൊണ്ടൊന്നും നമ്മൾ ഒരു മത്സര പരീക്ഷയിൽ വിജയിക്കാൻ പോകുന്നില്ല. പക്ഷേ പഠനം ആരംഭിക്കുന്നത്
ഈ ബ്രഹ്മമുഹൂർത്തം സമയത്താണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുവാനും ഏറ്റവും നല്ല ഓർമ്മ നിലനിർത്തുവാനും കഴിയുമെന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന, അത് മത്സര പരീക്ഷകൾ എന്നുള്ളത് മാത്രമല്ല, പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളായാലും വിദ്യാർത്ഥികളായാലും നിങ്ങളുടെ ഒരു ദിവസത്തെ പഠനം ആരംഭിക്കേണ്ടത് ഈ ബ്രഹ്മമുഹൂർത്തം സമയത്ത് തന്നെ ആയിരിക്കണം. അതുമൂലം നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഠനം ആരംഭിക്കുന്നതും ശ്രദ്ധിക്കുക. നന്ദി.